കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി സലീമുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. കനത്ത പോലീസ് സന്നാഹത്തിനിടയിലും പ്രതി സലീമിന് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയ സലീമിനെ ഇന്നലെ രാത്രിയാണ് കാഞ്ഞങ്ങാട് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. മോഷണമായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി പ്രതിരോധിച്ചതോടെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുമാണ് സലീം പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് പുലർച്ചെ പ്രതി കുറ്റകൃത്യം നടത്തിയ സ്ഥലത്ത് രഹസ്യമായി ആദ്യ തെളിവെടുപ്പ്. രാവിലെ 10:45 വീണ്ടും തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ ജനരോഷം. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത സലീം അഡോണിയിൽ നിന്ന് മറ്റൊരു ഫോണിൽ വീട്ടുകാരെ ബന്ധപ്പെട്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആന്ധ്രയിലെ അഡോണിയിൽ നിന്ന് കർണാടകയിലെ റായ്പൂരിലുള്ള പെൺ സുഹൃത്തിന്റെ അടുത്തേക്ക് പോകാനായിരുന്നു പ്രതിയുടെ ശ്രമം. ഇവിടുന്ന് പ്രതി തലശ്ശേരിയിൽ പോയി, അവിടുന്ന് മൈസൂറിൽ നിന്നും ബാംഗ്ലൂർ പോയി, അവിടുന്ന് മുംബൈയിൽ പോയി, അവിടുന്ന് തിരിച്ച് അത് ആന്ധ്രാപ്രദേശിലുള്ള അഡോണി എന്ന സ്ഥലത്ത് നിന്നാണ് പ്രതിയെ നമുക്ക് കിട്ടുന്നത്. കുടക് സ്വദേശിയായ സലീം 14 വർഷം മുമ്പാണ് കാഞ്ഞങ്ങാട് എത്തുന്നത്. അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിനടുത്തു നിന്ന് വിവാഹം കഴിച്ച പ്രതി ഇവിടെയും സ്ഥിരതാമസമാക്കുകയായിരുന്നു. അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ മുമ്പ് പ്രദേശത്ത് നടത്തിയ മോഷണങ്ങളെപ്പറ്റിയും സലീം പോലീസിനോട് വെളിപ്പെടുത്തി. ഇതോടെ സലീമിനെതിരെ 2 കേസുകൾ കൂടി ഹോസൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു. 24 കാസർഗോഡ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.